ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, എങ്ങനെയാണത് വരുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. അവരുടേതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ ഉണ്ടാകും. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ്റെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ വരുന്നത് എന്നുള്ളത്. അപ്പം പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലുള്ള ടൈപ്സ് ഓഫ് സ്ട്രക്ചറാണുള്ളത്. ഒന്ന് ലൈൻ ഓർഗനൈസേഷൻ, അത് രണ്ടാമത്തേതായിട്ട് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, മൂന്നാമത്തത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ഒന്നാണ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കമാൻഡ് വരുന്നത് ടോപ്പ് ലെവലിൽ നിന്നും എൻ്റെ നേരെ തൊട്ട് താഴെ, അവരിൽ നിന്നും ഇതിൻ്റെയും തൊട്ട് താഴെ ആയിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ആർമി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഈ മിലിറ്ററി ഓഫീസേഴ്സൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറിന് മിലിറ്ററി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നും പറയാറുണ്ട്. ഇതിന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഫ്ലോ വേർട്ടിക്കലി, അതായത് ടോപ്പിൽ നിന്നും താഴോട്ടാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഒരു ലൈനായിട്ട് ആണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എല്ലാം തന്നെ കറക്റ്റ് സ്പെസിഫൈ ചെയ്യും. ആരാണ് കമാൻഡ് കൊടുക്കേണ്ടത്, ആരുടെ കമാൻഡാണ് തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം തന്നെ ഈ ഒരു ലൈൻ ഓർഗനൈസേഷനിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ലൈൻ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് വേർട്ടിക്കൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ അതോറിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടമാണ്, മുകളിൽ നിന്നും താഴോട്ടാണ് അതിൻ്റെ കമാൻഡ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ഡയറക്റ്റ് ആയിട്ടുള്ള കമാൻഡും കാര്യങ്ങളാണ് വരുന്നത്. അവിടെ കൂടുതൽ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ അതോറിറ്റി വരുന്നത് ടോപ്പ് ലെവലാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ ആർക്കാണോ ഉത്തരവ് നൽകാനുള്ള അവകാശം, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് ടോപ്പ് ലെവലിലാണ്. അതുപോലെ തന്നെ ഇത് ഫിക്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികൾക്കും ആരാണ് അവരുടെ നിർദ്ദേശം നൽകേണ്ടത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് നീങ്ങേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ ഈ ഒരു ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ആരായിരിക്കണം ഓർഡർ നൽകേണ്ടത്, അതുപോലെ തന്നെ ആരിൽ നിന്നുള്ള ഓർഡറാണ് സ്വീകരിക്കേണ്ടത്, ആർക്കാണ് ഓർഡർ നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തെ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലൈൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ് ലൈൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അവിടെ ലൈൻ ഓഫീസർ, അതായത് ആരാണ് അതോറിറ്റി, അവരെ ലൈൻ ഓഫീസർ എന്ന് പറയും. അവർ സെയിം ആസ് ലൈൻ ഓർഗനൈസേഷനുമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ടോപ്പ് ടു ബോട്ടം തന്നെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ആൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫ് ഓഫീസർ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫ് ഓഫീസർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസും കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ലൈൻ ഓഫീസേഴ്സ് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുക. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ വേൾഡിൽ അവിടെയുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെ റാപ്പിഡായിട്ടുള്ള ചേഞ്ച് ഫേസ് ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള റാപ്പിഡായിട്ടുള്ള ചേഞ്ചിൽ അവർക്ക് കൂടുതൽ മുമ്പോട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അറിവോ വേണം. അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസുകൾ വേണം. ഇങ്ങനെയുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുടെ അഡ്വൈസ് സ്വീകരിക്കുകയാണ് ഇവിടെ സ്റ്റാഫ് ഓഫീസറിൽ നിന്നും. സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും ഇവിടെ ലൈൻ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുക. അപ്പോൾ ലൈൻ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും ഏകദേശം സിമിലറാണ്. ഇവിടെ സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഒരു ഇടപെടൽ, സ്റ്റാഫ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഇവിടെ പരിഗണിക്കുമെന്ന് മാത്രം.
ഇത് ടോപ്പ് ടു ബോട്ടം തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം ആണ്. ഇവിടെ ലൈൻ ഓഫീസേഴ്സ് വിൽ ടേക്ക് ഡിസിഷൻ. ലൈൻ ഓഫീസേഴ്സ് ആണ് ഡിസിഷൻ എടുക്കുന്നത് എങ്കിലും സജഷൻസ് ആർ ഗിവൺ ബൈ സ്റ്റാഫ് ഓഫീസേഴ്സ്. സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നത് ഈ ലൈൻ ഓഫീസേഴ്സിന് നൽകുന്നത് അത് സ്റ്റാഫ് ഓഫീസറാണ്. അപ്പോൾ സ്റ്റാഫ് ഓഫീസറിൻ്റെ റോള് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതുണ്ട്. സ്റ്റാഫ് ഓഫീസേഴ്സ് ഹാവ് നോ പവർ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പവറോ കാര്യങ്ങളൊന്നുമില്ല. സബോർഡിനേറ്റ്സിന് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് കമാൻഡ് കൊടുക്കാനോ റൈറ്റ് ഈ സ്റ്റാഫ് ഓഫീസേഴ്സിനില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റൈറ്റ് ലൈൻ ഓഫീസറിന് തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ലൈൻ ഓർഗനൈസേഷനും സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിൽ വ്യത്യാസം സ്റ്റാഫ് ഓർഗനൈസേഷനിൽ സ്റ്റാഫ് ഓഫീസറിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് ടൈപ്പാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിലൊരുപാട് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. സെയിൽസായിട്ടും അതുപോലെ തന്നെ പ്രൊഡക്ഷനായിട്ടും അതുപോലെ മറ്റ് പലതരത്തിലുള്ള ലോജിസ്റ്റിക്, സെയിൽസ്, ക്വാളിറ്റി കൺട്രോൾ, പ്രൊഡക്ഷൻ, ഇങ്ങനെ പല മേഖലകളിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിലൂടെയുള്ള പരന്നിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് വലിയൊരു യൂണിറ്റിന്, വലിയൊരു ജോബിന് അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ഓരോ ഈച്ച് യൂണിറ്റായിട്ട് ഇത്തരം ഓരോരോ തരത്തിലുള്ള യൂണിറ്റുകളായിട്ട് തിരിക്കും. ഈ യൂണിറ്റുകളായിട്ട് തിരിക്കുന്നതിന് ഓരോ ഹെഡുകളുണ്ടാവും. സെയിൽസിന് ഒരു സെയിൽസ് മാനേജർ ഹെഡ് ഉണ്ടാവും, പ്രൊഡക്ഷന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ടാവും. ഈ ഒരു ഹെഡിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുക. ഇതുകൊണ്ട് തന്നെ വലിയൊരു ജോബിനെ നമുക്ക് ചെറിയ രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയ തരത്തിലേക്ക് ആ ജോലിയെ തിരിക്കാൻ പറ്റും. വലിയൊരു ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ എടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഫംഗ്ഷനും ആ ഫംഗ്ഷനെ ചെറിയ ചെറിയ യൂണിറ്റായി തിരിച്ചിട്ട് അതിന് ഓരോരുത്തർക്കും ഹെഡിനെ നിയമിച്ചിട്ട് ആ ഹെഡ് വഴി മുമ്പോട്ട് നൽകുക. ആ ഹെഡിനായിരിക്കും നിർദ്ദേശങ്ങൾ നൽകാനുള്ള എല്ലാ അവകാശവും ഉണ്ടാകുക എന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വർക്ക് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് ഫങ്ഷൻസ്. വലിയൊരു വർക്കിനെ ഈ ഒരു ഫങ്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതോറിറ്റി ആൻഡ് ഈ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അതോറിറ്റി. അതായത് സ്പെഷ്യലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഫങ്ഷനും, സെയിൽസ് ആണെങ്കിൽ ഇതിൽ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആളായിരിക്കുമല്ലോ സെയിൽസ് മാനേജർ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്ത ഒരാളായിരിക്കും, ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കും അതിൻ്റെ ഹെഡായിട്ട് വരിക. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മുമ്പോട്ട് നീങ്ങുക. അതുപോലെ തന്നെ the decision is taken only in the making കൺസൾട്ടേഷൻ വിത്ത് ദ ഫങ്ഷണൽ അതോറിറ്റി റിലേറ്റിംഗ് ഇറ്റ് സ്പെസിഫൈഡ് ഏരിയ. അതുപോലെ തന്നെ സെയിൽസ് ആണെങ്കിൽ സെയിൽസിൻ്റെ ഹെഡ് വർക്ക് ചെയ്യുക, ആ ഹെഡിൻ്റെ നിർദ്ദേശം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിരിക്കും. അപ്പം അവരുടെ സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏരിയകളിൽ മാത്രമായിരിക്കും അവരുടെ വർക്ക് വരിക. അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് ലോഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയയും ചെറുത് തന്നെ ആയിരിക്കും, അവരുടെ ഫീൽഡിലേക്ക് മാത്രമായിരിക്കും എന്നതാണ് ഫങ്ഷണലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഫങ്ഷണൽ അതോറിറ്റിയും എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരിക്കും എന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത. മറ്റ് രണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നും ഫങ്ഷണലിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. പ്രധാനമായിട്ടും ലൈനിലും അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലും എല്ലാം തന്നെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് വലിയ രീതിക്കുള്ള വൈഡായിട്ടുള്ള ഡിവൈഡിങ് ഇല്ല. ഒരാളിൽ നിന്നായിരിക്കും മുഴുവൻ കമാൻഡും വരുന്നത്. എന്നാൽ ഫങ്ഷണലിന് വരുമ്പോൾ ഈച്ച് യൂണിറ്റുകളായിരിക്കും, ഈച്ച് ഫങ്ഷൻസ് ആയിരിക്കും അതിൻ്റെ ഹെഡായിരിക്കും നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ്, അഡീഷണൽ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് രണ്ട് ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റിയും എല്ലാം തന്നെ ക്ലിയർലി ഡിഫൈൻ ചെയ്യും. അത് പക്ക ഫോർമലായിട്ടുള്ളൊരു വേലായിരിക്കും മുമ്പോട്ട് നീങ്ങി പോവുക.
അതിൻ്റെ ഇറ്റ്സ് റെപ്രസെൻറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി വിത്തിൻ ദ എൻ്റർപ്രൈസ്, ഇൻഡിക്കേറ്റ് ഹൂ റിപ്പോർട്ട് ടു ഹൂം ഇൻ എക്സ്പ്ലെയിൻഡ് വെർട്ടിക്കൽ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് കണക്ട് ദ ചീഫ് എക്സിക്യൂട്ടീവ് ടു ഓർഡിനറി വർക്കേഴ്സ്. കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേയും കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ വേയും പോളിസിയും റൂൾസും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ കോളേജുകളാണെങ്കിലൊക്കെ തന്നെ ഒരു ഫോർമൽ ഓർഗനൈസേഷനാണ്. അത് പക്ക റൂൾസും പോളിസീസും ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ഫോർമൽ ഓർഗനൈസേഷനാണ്. എന്നാൽ രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിലൊക്കെ രൂപീകരിക്കുന്ന ഇൻഫോർമലായിട്ട് രൂപീകരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ രൂപീകരിക്കുന്ന ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ അധികം തന്നെ ഇൻഫോർമലായിട്ടായിരിക്കും അത് റൺ ചെയ്യുക. അത് കറക്റ്റായിട്ടൊരു പാത്തോ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു പോളിസിയോ റൂളോ ഒന്നും ഫോളോ ചെയ്തിട്ടായിരിക്കില്ല അത് റൺ ചെയ്യുക. അപ്പം ഇത് രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് കറക്റ്റായിട്ടുള്ള വേ കൂടെ പോകുന്നത് അത് ഫോർമൽ ഓർഗനൈസേഷനും, രണ്ട് ഇൻഫോർമലായിട്ട് വേ കൂടെ പോകുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനും. അപ്പം ഈ രണ്ട് ക്ലാസിഫിക്കേഷനും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. താങ്ക് യു.